BJP RSS അത്തരത്തിലൊരു സംഘടനയാണെന്ന് കണക്കാക്കിയാൽ മതി. അവർ സ്ത്രീത്വത്തെ മാനിക്കുന്നവരല്ല. എത്ര തെറ്റായിട്ടാണ് അദ്ദേഹം മോഹൻദാസ് പറഞ്ഞത്. ഡൽഹിയിൽ സമരം നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലണം. BJPക്ക് RSSനല്ലാതെ മറ്റാർക്കെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുമോ? ആ പാർട്ടിയെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഈ മോഹൻദാസിനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്ന RSS സംഘപരിവാർ BJPയുടെ നയം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകളെ, അവിടെ സമരത്തിലിരിക്കുന്ന യുവതികളെ ബലാത്സംഗം ചെയ്യണം. എത്ര നെറികെട്ട വാക്കുകളാണിത്. സ്ത്രീത്വത്തെ അവമാനിക്കുന്നതല്ലേ. എന്നിട്ട് ആ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ, അവർക്ക് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുക? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിലവാരം അതാണ് എന്ന് മനസ്സിലാക്കുക. രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിൽ ജനങ്ങൾ സംഘടിതമായി മുന്നോട്ട് വരും. അതിനെ ഭയന്നിട്ടാണ് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. അതെനിക്ക് തോന്നുന്നത് RSSും BJPയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്തില്ല? എത്ര ദിവസമായി അറസ്റ്റ് ചെയ്തോ? ഇത് നിങ്ങൾ മാധ്യമക്കാരിങ്ങനെ പടലെടുത്ത് കൊടുത്ത് എന്തോ ഒരു അസാമാന്യമാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നൊരു ചിത്രം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എന്തിനാ പോലീസിൽ ഇത്ര? കേരള പോലീസിനത് കഴിയും. അവരെ ഇൻവെസ്റ്റിഗേഷനും അവരുടെ സൈബർ വിങ്ങൊക്കെ വളരെ പവർഫുള്ളായിരുന്നു കേരളത്തിൽ മുൻപ്. ഇനിയിപ്പോൾ അതെല്ലാം തകർക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കും, എല്ലാ വശങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ക്രിമിനലുകളെയെല്ലാം അറസ്റ്റ് ചെയ്ത് പൂട്ടത്തിനൊക്കെ പൂട്ടട്ടെ, എപ്പോൾ പറയാം.